തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അസ്ഥിരത, രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാവുകയാണോ? പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ കണക്കാണ്. 101 സീറ്റിൽ 51 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ ഒരു കണ്ണമ്മൂലയിലുള്ള സ്വതന്ത്രനായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കൗൺസിലറെ വെച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഓടിച്ചുകൊണ്ട് പോണതിൻ്റെ ഇടയ്ക്കാണ് അനാവശ്യമായ കുറേ വിവാദങ്ങൾ. പരമശിവൻ, ആറ്റുകാൽ ദേവി, ചക്കുളത്ത് കാവിലമ്മ, പിന്നെ ഭാരതാംബ തുടങ്ങിയ ആളുകളുടെ പേരിലൊക്കെ വളരെ ആവേശപ്പെട്ട് 10-20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അവർ എന്താണോ നിയമത്തിൽ കിടക്കുന്നത്, ഭരണഘടനയിൽ കിടക്കുന്ന, നിയമത്തിൽ കിടക്കുന്നത്, അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ദൈവനാമത്തിലെങ്കിൽ ദൈവനാമത്തിൽ ദൃഢപ്രതിജ്ഞ. അതിന് പകരം അവർ ദൈവങ്ങളെ പേര് പറഞ്ഞു. ദൈവങ്ങളും വട്ടായി, അവരും വട്ടായി. അങ്ങനെ 20 പേരുടെ സീറ്റ് അത് അസാധുവാക്കി. ദീപക് അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ പ്രതിപക്ഷ നേതാവ് കൊണ്ട് കേസ് കൊടുത്തു. ഹൈക്കോടതി കുഞ്ഞികൃഷ്ണൻ വക്കീൽ, PV കുഞ്ഞികൃഷ്ണൻ വക്കീൽ, ആ ജഡ്ജി അത് അസാധുവാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള കുഴപ്പം എന്താണ്? 24 മണിക്കൂറിനകം തന്നെ 19 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. 4 ആഴ്ചക്കകത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ് 19 പേരും ചെയ്തു കഴിഞ്ഞു. അത് അസാധുവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് LSGD പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ദീപക്കിൻ്റെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു വഴിക്ക് നടക്കുന്നു. അതിനേക്കാൾ വലിയൊരു കുഴപ്പം, സുഗതൻ എന്ന് പറയുന്ന വട്ടിയൂർക്കാവിൻ്റെ അടുത്തുള്ള സുഗതൻ, അവിടുത്തെ ആ ഭാഗത്തെ കൗൺസിലറായിട്ട് സുഗതൻ കാപ്പ കേസിൽ അകത്ത് കിടക്കുകയാണ്. അദ്ദേഹം നേരത്തെ ഒരുപാട് ക്രിമിനൽ കേസുകളിലും അതിലും ഇതിലൊക്കെ വന്നിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് ആരോപണം. പക്ഷെ അങ്ങനെ അല്ല എന്ന് BJP പറയുന്നു. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് കാപ്പ കേസിൽ അദ്ദേഹത്തിന് ചുമത്താം എന്നൊരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഉത്തരവ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് പോലീസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് സുഗതനെതിരാണ്. അത് BJP ആയതുകൊണ്ട് എതിരായിരിക്കും. പക്ഷേ അതിനപ്പുറം ഇതൊരു ഗൂണ്ട പ്രവർത്തനം എന്നുള്ള നിലയിൽ ഗവൺമെൻറ് ശക്തമായ നിലപാടിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങാതെ എങ്ങനെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റുക, അല്ലെ രണ്ടാമത് പ്രതിജ്ഞ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, തുടർച്ചയായി 3 കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്നാൽ അംഗത്വം നഷ്ടപ്പെടില്ലേ? പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് അംഗത്വം നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ? അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടും. അങ്ങനെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ അവിടെ തെരഞ്ഞെടുപ്പ് വരുമോ? അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമോ? കോൺഗ്രസ് ജയിക്കുമോ? CPM ജയിക്കുമോ? അങ്ങനെ ഭരണമൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ ഭരണമൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ജയിക്കുമോ? അതോ BJP തന്നെ അവിടെ ജയിക്കുമോ? അങ്ങനെ ജയിച്ചില്ലെങ്കിൽ BJPയുടെ ഭാവിയിലോട്ടുള്ള ഭരണം എങ്ങനെ പോകും? വലിയ തുലാസിലാണ് കാര്യങ്ങൾ. ഒരു വശത്ത് പട്ടിയുടെ ശല്യം, നായയുടെ ശല്യം, മാലിന്യത്തിൻ്റെ ശല്യം, ആമഴിഞ്ഞാൻ തോട്ടിൻ്റെ ശല്യം, ഇങ്ങനെ തുടങ്ങി വെള്ളപ്പൊക്കം, പ്രളയം, തട്ടുകട, പിന്നെ ഭക്ഷ്യ പിടിക്കൽ, വേണ്ട കുഴപ്പമാണ്. അനധികൃത കെട്ടിടങ്ങൾ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കൂനിന്മേൽ കുരു പോലെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പ്രതിസന്ധികൾ. ഇത് BJPയിൽ ശരിക്കും പറഞ്ഞാൽ അവർ ക്ഷണിച്ചു വരുത്തിയതാണ്. അവർക്ക് 20 പേർക്ക് മര്യാദയ്ക്ക് ദൃഢനാമത്തിലോ അല്ലെങ്കിൽ ദൈവനാമത്തിലോ എന്ന് പറഞ്ഞ് മാത്രം അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാമായിരുന്നു. അവരാവശ്യമില്ലാതെ പിടിച്ച ഒരു പുലിവാലാണ്. അത് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ആകെ കൺഫ്യൂഷനായി വരുന്നു. ഇപ്പോൾ സുഗതൻ്റെ കേസ് കൂടെ ആയപ്പോൾ ആകെ വട്ടാവുകയാണ്, അലുമ്പാവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഡെവലപ്മെൻ്റൽ കാര്യങ്ങളിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ പൊളിറ്റിക്കലായി അലുമ്പ് കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇതൊരു സുഖകരമായ കാര്യമല്ല. ഒരു കൗൺസിലറെ പോലീസ് പിടിക്കുക, ആ കൗൺസിലറുടെ പേരിൽ കാപ്പ ചുമത്തുക, ആ ക്രിമിനൽ കേസുകൾക്ക് വേണ്ടി അകത്ത് കിടക്കുക, ആ കൗൺസിലർ നിന്ന് ജയിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ രസകരമായ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോകുന്നത്. അപ്പോഴും ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിൽ കുറേയധികം മുന്നോട്ട് പോകാൻ കോർപ്പറേഷന് കഴിയുന്നുണ്ട്. പല കാര്യങ്ങളും കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ മഹിമ അല്ലെങ്കിൽ അതിൻ്റെ പെരുമ ഇതിൽ അടിച്ചു പോകുമോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സുഗതൻ്റെ വട്ടിയൂർക്കാവിലെ സുഗതൻ്റെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൗൺസിലർഷിപ്പ് നിലനിൽക്കുമോ? നിലനിന്നില്ല എങ്കിൽ എങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് വരുമോ? തെരഞ്ഞെടുപ്പ് വന്നാൽ ആര് ജയിക്കും? അങ്ങനെ വരുമ്പോൾ വീണ്ടും കോർപ്പറേഷനിൽ BJPയുടെ ഭാവി എങ്ങനെയാകും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് നടക്കുന്നത്. അതിനിടയിൽ 24 മണിക്കൂറിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് മറ്റ് കുഴപ്പങ്ങൾ വരാതെ സത്യപ്രതിജ്ഞ ചെയ്തു. വീണ്ടും ദൈവനാമത്തിലും പലരും ഈ ദൃഢപ്രതിജ്ഞയൊക്കെ ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ആ പ്രശ്നം കോടതി പറഞ്ഞ, ജഡ്ജി പറഞ്ഞ, PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ആ പ്രശ്നം പരിഹരിച്ചു. അപ്പോഴാണ് അടുത്തത് കാപ്പയുടെ പ്രശ്നം കയറി നിൽക്കുന്നു. എന്തായാലും ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത പ്രശ്നം തലവേദന പോലെ വരുന്നു. അങ്ങനെ ഒന്നൊന്നായി
പ്രശ്നങ്ങളുടെ ഘോഷയാത്രയിലേക്ക്, രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഘോഷയാത്രയിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നു നീങ്ങുന്നത്.